CMRL എക്സലോജിക് ഇടപാടിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. റെയ്ഡിലെ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കും. മരവിപ്പിച്ച അക്കൗണ്ടുകൾ, പിടിച്ചെടുത്ത രേഖകളടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് കോടതിയെ അറിയിക്കുക. തെളിവുകൾ മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കാനാണ് EDയുടെ തീരുമാനം. ഷീന മാർട്ടിൻ കൊച്ചിയിൽ നിന്ന്. ഷീന, എന്താണ് ED ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ട്? നിഷാദ്, ആദ്യമേ തന്നെ EDക്ക് ചെയ്യാനുള്ളത് ഈ കോടതിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ്. കോടതി പറഞ്ഞിട്ടുള്ള, കോടതിയിൽ ഈ ഉത്തരവ് അന്വേഷണം തടയണമെന്ന് CMRL നൽകിയിട്ടുള്ള ആ ഒരു ഹർജി തടയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് നേടിയെടുക്കുക എന്നുള്ളതാണ് EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ആദ്യത്തെ നീക്കം. അതിന് തന്നെയായിരിക്കും EDയുടെ ആദ്യത്തെ ശ്രമവും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ED കോടതിയിൽ ഇത്തരം തെളിവുകൾ സമർപ്പിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ റെയ്ഡിൽ കണ്ടെത്തിയ 200ഓളം രേഖകൾ, അത് ആധികാരികമായി തന്നെ മൊഴിയെടുപ്പിന് പിന്നാലെ ആ മൊഴിയെടുപ്പിനെ സാധൂകരിക്കുന്ന, ആ മൊഴിയെടുപ്പിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള രേഖകളെല്ലാം തന്നെ കണ്ടെത്താൻ EDക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോൾ തുടരന്വേഷണം നടത്താൻ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ്, അത് തങ്ങൾക്ക് അനുകൂലമായി തന്നെ ലഭിക്കേണ്ടതുണ്ട്. ആ EDക്ക് ലഭിക്കുന്ന അനുകൂല ഉത്തരവിനെ പ്രതീക്ഷിച്ചാണ് ED മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ CMRLന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് തെറ്റാണെന്നും ആ ഉത്തരവിൽ ഇനിയും ഒരു വാദം കേൾക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CMRL ഡിവിഷൻ ബെഞ്ചിന് ഇത്തരത്തിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ആ ഹർജിയിന്മേലാണ് ഈ ഹൈക്കോടതി തിങ്കളാഴ്ച വാദം കേൾക്കുക. ആ വാദത്തിന് ഒടുവിൽ, അല്ലെങ്കിൽ ആ വാദത്തിൽ ഏതായിരിക്കും അതിനുശേഷം വരുന്ന ഉത്തരവിനനുസരിച്ചായിരിക്കും EDയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. എന്നിരുന്നാൽ തന്നെയും ED തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ED ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഇതൊരു പ്രതിഷേധങ്ങളോ അതേപോലെ പ്രക്ഷോഭങ്ങളോ കണക്കിലെടുത്ത് അവസാനിപ്പിക്കേണ്ട ഒരു കേസല്ല എന്നുള്ളതാണ്. നിയമവിരുദ്ധമായി എക്സാലോജിക്കിന് ലഭിച്ചിട്ടുള്ള പണം അത് എങ്ങനെ ലഭിച്ചു എന്നതിൽ വ്യക്തമായ കണക്ക് വരുത്തണം. അത് കർത്തയുടെ കൈപ്പടിയിൽ എഴുതിയിട്ടുള്ള ഈ നീണ്ട പട്ടിക, ആ ലിസ്റ്റിലുള്ളവരിൽ എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ തന്നെയാണ് ED ഉള്ളത്. പക്ഷെ പെട്ടെന്നൊരു നടപടിക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി എല്ലാവരെയും വിളിച്ചു വരുത്തി, വീണയടക്കമുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിരിക്കില്ല ED തീരുമാനിക്കുക. അതിനു മുൻപ് വിശദമായ അന്വേഷണം നടത്തും. ഓരോ പണവും ഏത് അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത്, ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത്, ഏതൊക്കെ വഴികളിലൂടെയാണ് പോയിട്ടുള്ളത് എന്ന് കൃത്യമായ സോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും ഓരോരുത്തരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടക്കുക. ഇനി വീണയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, വീണയ്ക്ക് ഉടൻ സമൻസ് നൽകാനാണ് ആദ്യം ED തീരുമാനിച്ചിരുന്നത്. എങ്കിലും ഇനിയൊരു റെയ്ഡിന് മുൻപ് കൊച്ചിയിലേക്ക് വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് ആദ്യം ED തീരുമാനിച്ചിരുന്നത്. എങ്കിലും അതിൽ നിന്ന് ED ഒരു മാറ്റം, ഈ CMRL കൊടുത്ത ഹർജിക്ക് തൊട്ട് പിന്നാലെ ED അതിൽ നിന്നൊരു മാറ്റം, ഒരു മാറി ചിന്താഗതി വന്നിരിക്കുന്നു. അതായത് പെട്ടെന്നൊരു ചോദ്യം ചെയ്യൽ വേണ്ട, പകരം വീണയെ ചോദ്യം ചെയ്യാൻ തക്കമുള്ള കാരണങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിച്ചതിന് ശേഷം, കോടതിയിൽ നിന്നും അനുകൂലമായ ഉത്തരവ് വാങ്ങിയതിനു ശേഷം വീണയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് EDയുടെ നീക്കം.